ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 15-ാം വാക്യം നമുക്ക് വായിക്കാം. വെളിപ്പാട് 16:15. ഞാൻ കള്ളനെ പോലെ വരും, തൻ്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, ഞാൻ വീണ്ടും വരും. പ്രതീക്ഷിക്കാത്ത സമയത്ത് വീണ്ടും വരും. കള്ളൻ മുൻകൂട്ടി അറിയിച്ചിട്ടില്ലല്ലോ വരുന്നത്. കള്ളൻ ആരും പ്രതീക്ഷിക്കാത്ത സമയത്താണ് വരുന്നത്. ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത്, ആരും നിരൂപിക്കാത്ത സമയത്ത് കർത്താവായ യേശു വീണ്ടും വരും. വിശ്വാസിയുടെ പ്രത്യാശയാണ് ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ്. ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവെന്ന് കേൾക്കുമ്പോൾ നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല. ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ, ക്രിസ്തുവിനായി നമ്മുടെ ഹൃദയം തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊരു പ്രമോദമായിരിക്കും. കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരുന്നു. എൻ്റെ കണ്ണുനീര് തോരാൻ പോകുന്നു, എൻ്റെ ദുരിതങ്ങൾ തീരാൻ പോകുന്നു, എൻ്റെ യാതനകൾ മാറാൻ പോകുന്നു, എൻ്റെ ജീവിതം ദേശത്തേക്ക് എത്തിച്ചേരാൻ പോകുന്നു. കർത്താവ് എന്നെ ഈ ലോകത്തിൻ്റെ ക്ലേശങ്ങളിൽ നിന്ന് ഇവിടുന്ന് എടുത്തുകൊണ്ടു പോകാൻ പോകുന്നു. യേശു ക്രിസ്തു വരുമ്പോൾ അവൻ രാജ്യത്തിലേക്ക് ഞാനും ചേർക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. ഇതാണ് വിശ്വാസം. ആ ഒരു ഉറപ്പുള്ളവർക്ക് ഭയമില്ല. ക്രിസ്തു വീണ്ടും വരുമെന്നുള്ളത് അനേകം ആളുകൾ, ക്രിസ്ത്യാനികൾ പോലും വിശ്വസിക്കുന്നൊന്നുമില്ല. ക്രിസ്ത്യാനികൾ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ തൻ്റെ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തൻ്റെ രാജ്യത്തിന് അവസാനമില്ലാത്തതിനുമായ യേശു മിശിഹായ ഏകകർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്ന് നാവുകൊണ്ട് എടുത്തു പറയുന്ന, വീണ്ടും വീണ്ടും പറയുന്ന, വിശ്വാസ പ്രമാണത്തിൻ്റെ 2-ാം ഖണ്ഡികയുടെ അവസാനം അങ്ങനെ പറയുന്ന, പ്രാർത്ഥിക്കുന്ന അനേകം ആളുകളും ക്രിസ്തു വീണ്ടും വരും എന്ന് വിചാരിക്കുന്നില്ല, വിശ്വസിക്കുന്നില്ല, ഒരുങ്ങുന്നില്ല, അത് പ്രധാന വിഷയമാക്കുന്നുമില്ല. യേശു ക്രിസ്തു വീണ്ടും വരും. 312 ബാബാമാർ കൂടി ഒരുമിച്ചിരുന്ന് ചിന്തിച്ചെഴുതിയ വിശ്വാസ പ്രമാണത്തിൽ, നിഖ്യ സുന്നതോസിലെ വിശ്വാസ പ്രമാണത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ തൻ്റെ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും, വലിയ മഹത്വത്തോടെ യേശു ക്രിസ്തു വീണ്ടും വരുമെന്ന്, തൻ്റെ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തൻ്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശു മിശിഹായ ഏകകർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശു ക്രിസ്തു വീണ്ടും വരും എന്നാണ് ആ പിതാക്കന്മാർ എഴുതി വെച്ചത്. അതാണ് ഇന്ന് നാം ഏറ്റുപറയുന്നത്. അതാണ് നാം ഇന്ന് പ്രാർത്ഥനയിൽ നിർബന്ധമായും ചൊല്ലുന്നത്. വിശ്വാസ പ്രമാണം നമ്മുടെ പ്രാർത്ഥനകളിൽ നാം നിർബന്ധമായും ഉപയോഗിക്കുന്നതാണല്ലോ. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു വീണ്ടും വരും. യേശു ക്രിസ്തു വീണ്ടും വരുമെന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രത്യാശയായി മാറണം. കർത്താവായ യേശു വീണ്ടും വരും. നമ്മുടെ ജീവിതത്തിൽ യേശു ക്രിസ്തു വീണ്ടും വരുന്നത് എപ്പോഴെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എപ്പോഴാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വീണ്ടും വരുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് എഴുന്നള്ളി വരുമെന്ന് വേദപുസ്തകത്തിൽ അനേക ഭാഗങ്ങൾ പറഞ്ഞിരിക്കുന്നു. കർത്താവിൻ്റെ അപ്പോസ്തലന്മാർ പറഞ്ഞിരിക്കുന്നു. യേശു ക്രിസ്തു തന്നെയും അത് തന്നെ പറഞ്ഞിരിക്കുന്നു. മാലാഖമാർ അത് സാക്ഷിച്ച് പറഞ്ഞിരിക്കുന്നു. തിരുവചനത്തിലെ അനേകം ഭാഗങ്ങളിൽ കർത്താവായ യേശുവിൻ്റെ വീണ്ടും വരവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ പക്ഷേ ഓർക്കുന്നുണ്ടായിരിക്കും, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 63-ാം അധ്യായം 1-ാം വാക്യം. ഏദോമിൽ നിന്ന് രക്താംബരം ധരിച്ചുകൊണ്ട് ബസ്രയിൽ നിന്ന് വരുന്നോരിവനാര്. ഏദോമിൽ നിന്ന് രക്താംബരം ധരിച്ചുകൊണ്ട് ബസ്രയിൽ നിന്ന് വരുന്നോരിവനാര്. വസ്ത്രാലങ്കൃതനായി തൻ്റെ ശക്തിയുടെ മാഹാത്മ്യത്തിൽ നടകൊള്ളുന്നോരിവൻ ആര്. വസ്ത്രാലങ്കൃതനായി തൻ്റെ ശക്തിയുടെ മാഹാത്മ്യത്തിൽ നടകൊള്ളുന്നോരിവനാര്. ഏദോമിൽ നിന്ന് രക്താംബരം ധരിച്ചുകൊണ്ട് ബസ്രയിൽ നിന്ന് വരുന്നോരിവനാര്. വസ്ത്രാലങ്കൃതനായി തൻ്റെ ശക്തിയുടെ മാഹാത്മ്യത്തിൽ നടകൊള്ളുന്നോരിവനാര്. നോക്കൂ, കർത്താവായ യേശുവിൻ്റെ ഒന്നാമത്തെ വരവും കർത്താവായ യേശുവിൻ്റെ രണ്ടാമത്തെ വരവും ഈ വാക്യത്തിൽ സംക്ഷേപിച്ച് പറഞ്ഞിരിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവ് രക്താംബരധാരിയായിട്ട് വരുന്നതാണ്. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തോട് ബന്ധപ്പെടുത്തി. കർത്താവായ യേശുവിൻ്റെ ഒന്നാമത്തെ വരവിൽ സ്വന്തക്കാരിലേക്ക് വന്നു. സ്വന്തക്കാർ കർത്താവിനെ പരിത്യജിച്ചു. കർത്താവിനെ അവരെ ക്രൂശിച്ചു. യഹൂദജാതി യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചു. ഏദോമിൽ നിന്ന് രക്താംബരം ധരിച്ചുകൊണ്ട്, രക്താംബരം രക്തവസ്ത്രമാണ്, അമ്പരം വസ്ത്രം, രക്തം പുരണ്ട വസ്ത്രം ധരിച്ചുകൊണ്ട് യേശുക്രിസ്തു വരുന്നതായ ആ ഒന്നാമത്തെ വരവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ സംഭവം ക്രൂശീകരണം. അത് വേദപുസ്തകം വ്യക്തമായി കാണിച്ചു തന്നു. തൊട്ടടുത്ത് അതേ വാക്യത്തിൽ തന്നെ പറയുകയാണ്, വസ്ത്രാലങ്കൃതനായി തൻ്റെ ശക്തിയുടെ മാഹാത്മ്യത്തിൽ നടകൊള്ളുന്നൊരുവനാര്. പ്രവാചകൻ കണ്ടു, ഒരാൾ ഏതോമിൽ നിന്ന് രക്തവസ്ത്രം ധരിച്ചുകൊണ്ട് കയറി വരുന്നു. ആരാണ്? പ്രവാചകന് മനസ്സിലായില്ല. ആരാണ്? നിൻ്റെ ഉടുപ്പ് ചുവന്നിരിക്കുന്നതെന്ത്? നീ ഈ രക്താംബരം ധരിക്കാൻ കാരണമെന്ത്? രക്തം നിൻ്റെ ശരീരത്തിൽ പതിക്കാൻ കാരണമെന്ത്? പ്രവാചകൻ ചോദിക്കുകയാണ്. പ്രവാചകന് മനസ്സിലായില്ല.
ഏതോം താഴ്വരയിൽ നിന്ന് ഒരാൾ രക്തധാരിയായി കടന്നു വരുന്നു, രക്താംബരധാരിയായി കടന്നു വരുന്നു, രക്തവസ്ത്രം ധരിച്ചുകൊണ്ട് കടന്നു വരുന്നു. നീ ആര് എന്ന് പ്രവാചകൻ ചോദിക്കുന്നു. ഉടനെ തന്നെ ആളുടെ വേഷം മാറുന്നു. ശരീരത്തിൽ വസ്ത്രാലങ്കൃതനായിട്ടാണ് വരുന്നത്. അലങ്കാര വസ്ത്രം ധരിച്ചുകൊണ്ട്, തേജോമയമായ വസ്ത്രം ധരിച്ചുകൊണ്ട്, ശോഭയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട്, ചോരവരണ്ട വസ്ത്രം മാറി, രക്താംബരം മാറി, വസ്ത്രാലങ്കൃതനായി, ആഡംബര വിഭൂഷിതനായി ഇതാ വരുന്നു. അത് രണ്ടാമത്തെ വരവാണ്. ഈ ഒറ്റ വാക്യത്തിൽ രണ്ട് വരവും ചേർത്ത് പറഞ്ഞിരിക്കുകയാണ്. ഏതോമിൽ നിന്ന് രക്താംബരം ധരിച്ചുകൊണ്ട് ബൊസ്രയിൽ നിന്ന് വരുന്നവരുവിനാര്, വസ്ത്രാലങ്കൃതനായി തൻ്റെ ശക്തിയുടെ മാഹാത്മ്യത്തിൽ നടകൊള്ളുന്നവരുവിനാര്, തൻ്റെ ശക്തിയുടെ മാഹാത്മ്യത്തിൽ നടകൊള്ളുന്നു, ശക്തിയോടെ വരുന്നു, തേജസ്സോടെ വരുന്നു, സകലരെയും ന്യായം വിധിപ്പാനായിട്ട് വരുന്നു, എല്ലാവരെയും സന്ദർശിക്കാൻ വരുന്നു. ദുഷ്ടന്മാർ ശിക്ഷിക്കപ്പെടുകയും നീതിമാന്മാർ രക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന മനോഹരമായ സംഭവം. വസ്ത്രാലങ്കൃതനായി വരുന്നു. ഇത് രണ്ടും ചേർത്ത് പ്രവാചകൻ കാണുകയാണ്. പ്രവാചകന് മനസ്സിലായില്ല എന്താണ് ഇങ്ങനെ കാണുന്നതെന്ന്. പ്രവാചകന് ഇത് രണ്ടും തമ്മിലുള്ളതായി അകലം മനസ്സിലാകുന്നില്ല. ഒന്നാമത്തെ വരവും രണ്ടാമത്തെ വരവും ഒരുമിച്ചാണ് പറഞ്ഞത്. യെശയ്യാ പ്രവാചകന് കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ളതായ അനേകം ദർശനങ്ങൾ കിട്ടിയിട്ടുണ്ട്, അനേകം പ്രവചനങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ യെശയ്യാ പ്രവാചകന് മനസ്സിലായില്ല ഈ രണ്ട് വാക്യങ്ങളോട് ചേർത്ത് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ എന്ന്. നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കും. നാം ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് അങ്ങ് നോക്കുമ്പോൾ ഒരു കുന്ന് നാം കാണുന്നു, ഒരു മല അല്ലെങ്കിൽ പർവ്വതം നാം കാണുന്നു, നല്ല ഉയരത്തിൽ നിൽക്കുന്ന ഒരു കുന്ന്. അവിടെ തന്നെ നിന്നുകൊണ്ട് നാം നോക്കുമ്പോൾ ആ കുന്നിൻ്റെ അപ്പുറത്ത് ചേർന്ന് വേറൊരു കുന്നിങ്ങനെ തലയെടുപ്പോടെ നിൽക്കുന്നു, അത് നാം കാണുന്നു. ഇവിടെ നിന്നുകൊണ്ട് നോക്കുന്ന മനുഷ്യൻ ഒരു കുന്ന് കാണുന്നു, അതിൻ്റെ അപ്പുറത്ത് മറ്റൊരു കുന്ന് കാണുന്നു. ആ ഒരു കുന്നിൻ്റെ അപ്പുറത്ത് വലിയൊരു താഴ്വരയുണ്ടെന്നോ കുറേയേറെ മൈലുകൾ കഴിഞ്ഞാണ് മറ്റേ കുന്ന് നിൽക്കുന്നതെന്നോ അറിയുന്നില്ല. ദൂരെ നിന്ന് നോക്കുന്ന മനുഷ്യൻ ആ രണ്ട് കുന്നും കാണുന്നുണ്ട്. രണ്ട് കുന്ന് മാത്രമേ കാണുന്നുള്ളൂ, ഉയർന്നു നിൽക്കുന്ന കുന്ന് രണ്ട് മാത്രമേ കാണുന്നുള്ളൂ. അതിൻ്റെ ഇടയിൽ മൈലുകൾക്ക് അകലമുണ്ട് എന്ന് ദൂരെ നിന്ന് നോക്കുന്നയാൾക്ക് കാണാൻ പറ്റുകയില്ല. എന്ന് പറഞ്ഞതുപോലെ കർത്താവായ യേശുവിൻ്റെ ഒന്നാമത്തെ വരവിനും രണ്ടാമത്തെ വരവിനിടയ്ക്ക് വലിയൊരു പ്രതലമുണ്ട് എന്ന്, വലിയൊരു സമയമുണ്ട് എന്ന് ആരും അറിയുന്നില്ല. പ്രവാചകനത് മനസ്സിലായില്ല. പ്രവാചകൻ ചോദിക്കും, ആരാണിത്? അടുത്ത വാക്യം വായിക്കാം. നീതിയെ അരുളി ചെയ്യുന്നവനും രക്ഷിപ്പാൻ വല്ലഭനുമായ ഞാൻ തന്നെ. മറുപടി പറയുകയാണ്, യെശയ്യാവിനോട് പറയുകയാണ്, ഞാൻ ആരെന്നല്ലേ നീ ചോദിച്ചത്? രക്താംബരം ധരിച്ചുകൊണ്ട് ബൊസ്രയിൽ നിന്ന് വരുന്ന ഞാൻ ആരെന്നല്ലേ നീ ചോദിച്ചത്? നീ കേൾക്കൂ, നീതിയെ അരുളി ചെയ്യുന്നവനും രക്ഷിപ്പാൻ വല്ലഭനുമായി ഞാൻ തന്നെ, ഞാനാകുന്നു. മോശയോട് കൽപ്പിച്ച അതേ ദൈവം മോശയോട് പറഞ്ഞ അതേ വാക്ക് പറയുകയാണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ ഞാനാകുന്നു എന്ന് പറഞ്ഞ് ആ ദൈവത്തിൻ്റെ നാമം പറഞ്ഞ് അതേ ശബ്ദം തന്നെ പറയുന്നു, ഞാൻ തന്നെ. ഞാൻ ആരാണ്? നീതിയെ അരുളി ചെയ്യുന്നവനാണ്, രക്ഷിപ്പാൻ വല്ലഭനാണ്. നീതിയെ അരുളി ചെയ്യുന്നവനും രക്ഷിപ്പാൻ വല്ലഭനുമായി ഞാൻ തന്നെ. കർത്താവായ യേശുവിൻ്റെ ഒന്നാമത്തെ വരവ് നീതി അരുളി ചെയ്യുവാനാണ്, നീതിയുടെ വചനം തരാനാണ്, മനുഷ്യനെ നീതീകരിക്കാനാണ്, തൻ്റെ രക്തത്താൽ പാപിയായ മനുഷ്യനെ വിശുദ്ധീകരിച്ച് ദൈവരാജ്യത്തിന് അവകാശിയാക്കി തീർക്കാനാണ്. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, യേശുക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവ് പാപിയെ രക്ഷിക്കാനാണ്. യേശുക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവ് അശുദ്ധനെ വിശുദ്ധനാക്കാനാണ്. യേശുവിൻ്റെ ഒന്നാമത്തെ വരവ് പാപിക്ക് വേണ്ടി രക്തം ചിന്തുവാനാണ്, പാപിയെ തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കുവാനാണ്, പാപിയെ തൻ്റെ രക്തം കൊണ്ട് പൊതിയുവാനാണ്, രക്തത്തിൻ്റെ നീതി വസ്ത്രം ധരിപ്പിക്കാനാണ്. യേശുക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവ് നീതി അരുളി ചെയ്യുന്നതിനും രക്ഷിപ്പാൻ വല്ലഭനുമായ ഞാൻ തന്നെ. അപ്പോൾ പ്രവാചകൻ പിന്നെ ചോദിക്കുകയാണ്, നീതി അരുളി ചെയ്യുന്നവനാണെങ്കിൽ രക്ഷിപ്പാൻ വല്ലഭനാണെങ്കിൽ നിനക്കെന്താ നിൻ്റെ ഉടുപ്പ് ചുവന്നിരിക്കുന്നത്? അടുത്ത വാക്യം. നിന്റെ ഉടുപ്പ് ചുവന്നിരിക്കുന്നതെന്ത്? നിന്റെ വസ്ത്രം മുന്തിരിച്ചക്ക് ചവിട്ടുന്നവൻ്റേതുപോലെ ഇരിക്കുന്നതെന്ത്? നിന്റെ ഉടുപ്പ് ചുവന്നിരിക്കുന്നതെന്ത്? നിന്റെ വസ്ത്രം മുന്തിരിച്ചക്ക് ചവിട്ടുന്നതിൻ്റേതുപോലെ ചുവന്നിരിക്കുന്നതെന്ത്? വസ്ത്രം ചുവന്നിരിക്കുന്നല്ലോ, എന്താ കാരണം? ഉടുപ്പ് ചുവന്നിരിക്കാൻ എന്താണ് കാരണം? എന്താണ് കാരണം? നീതി അരുളി ചെയ്യുന്നവനാണ്, രക്ഷിപ്പാൻ വല്ലഭനാണ്. പക്ഷേ നിനക്ക് ഈ പരിക്ക് പറ്റാൻ എന്താണ് കാരണം? നിനക്ക് ഇത്രയും ചോര ചിന്താൻ എന്താണ് കാരണം? നീതി അരുളി ചെയ്യുന്നവൻ രക്ഷിപ്പാൻ വല്ലഭനുമായ ഞാൻ തന്നെ എന്ന് കർത്താവായ യേശു ക്രിസ്തു പ്രവാചകനോട് പറഞ്ഞു കഴിഞ്ഞ് ഉടനെ പ്രവാചകൻ വിനയപൂർവ്വം ചോദിക്കുകയാണ്, നിൻ്റെ ഉടുപ്പ് ചുവന്നിരിക്കുന്നത് എന്ത്? നിൻ്റെ വസ്ത്രം മുന്തിരിച്ചക്ക ചവിട്ടുന്നതിൻ്റേതുപോലെ ഇരിക്കുന്നത് എന്ത്? അവിടെ പിന്നെ തുടർന്ന് വരുമ്പോൾ രണ്ട് വരവും, ഒന്നാമത്തെ വരവും രണ്ടാമത്തെ വരവും കൂടെ ചേർത്ത് ഒരുമിപ്പിച്ച് പറയുകയാണ്. രണ്ട് വാക്യം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വായിക്കാം 5-ാം വാക്യം മുതൽ. ഞാൻ നോക്കിയെങ്കിലും
സഹായിപ്പാൻ ആരുമില്ലായിരുന്നു. ഞാൻ നോക്കിയെങ്കിലും സഹായിപ്പാൻ ആരുമില്ലായിരുന്നു. ക്രൂശീകരണം പകച്ചു നോക്കി, ആരെങ്കിലും ഉണ്ടോ എന്നെ സഹായിക്കാൻ? എൻ്റെ ശിഷ്യന്മാരുണ്ടായിരുന്നു, അവരെവിടെ പോയി? ഇല്ല. എൻ്റെ അനുയായികളെ അനേകരുണ്ടായിരുന്നു, 5000 കണക്കിന് ആളുകൾ തടിച്ചുകൂടിയിരുന്നു. പക്ഷേ ഇന്ന് ആരുമില്ല. രോഗസൗഖ്യത്തിന് വേണ്ടി വന്നവർ അനേകർ രോഗസൗഖ്യം കിട്ടിയവരുണ്ടായിരുന്നു, അവരെയും കാണുന്നില്ല. ഞാൻ ഏകനായി മുദ്രചക്ക ചവിട്ടി. ഞാൻ നോക്കിയെങ്കിലും സഹായിപ്പാൻ ആരുമില്ലായിരുന്നു. ഞാൻ നോക്കിയെങ്കിലും സഹായിപ്പാൻ ആരുമില്ലായിരുന്നു. അടുത്ത വാക്യം. ഞാൻ വിസ്മയിച്ചു നോക്കിയെങ്കിലും തുണപ്പാൻ ആരെയും കണ്ടില്ല. അത്ഭുതപ്പെട്ടു പോയി. ആരുമില്ലല്ലോ എനിക്ക് തുണയ്ക്കാൻ, എന്നെ തുണയ്ക്കാൻ എനിക്ക് ആരുമില്ലല്ലോ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കർത്താവ് പറയുകയാണ്, ക്രിസ്തു പിറക്കുന്നതിന് 700ഓളം വർഷം മുൻപ്, ഏതാണ്ട് 750ഓളം വർഷം മുൻപ് പ്രവാചകൻ കാണുന്ന ദർശനമാണിത്. യെശയ്യാ പ്രവാചകൻ കാണുകയാണ്. യേശുക്രിസ്തു ജനിക്കുന്നതിന് 750 കൊല്ലം മുമ്പാണിത്. നോക്കൂ, ഈ യേശുക്രിസ്തു ജനിക്കുന്നതിന് 750 വർഷം മുൻപ് പ്രവാചകൻ കാണുന്നു, ഉടുപ്പ് ചുവന്ന് ഏതോമിൽ നിന്ന് രക്താംബരം ധരിച്ചുകൊണ്ട് ക്രിസ്തു കടന്നു വരുന്നത്. നിൻ്റെ വസ്ത്രം ചുവന്നിരിക്കുന്നത്, നിൻ്റെ വസ്ത്രം നീ രക്ഷിപ്പാൻ വല്ലഭനാണെങ്കിൽ, നീ നീതി അല്ല ചെയ്യുന്നതിനാണെങ്കിൽ നിനക്ക് ഈ പരുക്ക് പറ്റാൻ എന്താണ് കാരണം? നിൻ്റെ വസ്ത്രം ചുവന്നിരിക്കുന്നത് എന്ന് പ്രവാചകൻ ചോദിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല കൂടെ, ആരും സഹായിപ്പാൻ ഉണ്ടായിരുന്നില്ല. ക്രൂശ് മരണത്തിൽ ആരും സഹായിപ്പാൻ കൂടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് നാം രണ്ടാമത്തെ വരവിനോട് ചേർത്ത് വസ്ത്രാലങ്കൃതനായി ശക്തിയുടെ മഹാത്മ്യത്തിൽ നടകൊള്ളുന്നവരൻ ആര് എന്ന ചോദ്യത്തിൻ്റെ മറുപടിയായി പിന്നെ വരുന്നു. നമുക്ക് വായിക്കാം 3-ാം വാക്യം. ഞാൻ ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടി, ജാതികളിൽ ആരും എന്നോടുകൂടെ ഉണ്ടായിരുന്നില്ല. അത്രയും ഒന്നാമത്തെ വരവിൻ്റെ കാര്യം അവൾ പറഞ്ഞിട്ട് അടുത്ത് പറയുന്നു, എൻ്റെ കോപത്തിൽ ഞാൻ അവരെ ചവിട്ടി. രണ്ടാമത്തെ വരവ് കർത്താവ് ക്രോധത്തോടെയാണ്. പാപം ചെയ്യുന്നവരുടെ നേരെ ക്രോധത്തോടെ, പാവിയുടെ നേരെ ക്രോധത്തോടെ. പാപിക്ക് അവസരം കൊടുത്തു, മനുഷ്യന് രക്ഷപ്പെടാൻ അവസരം കൊടുത്തു, മനുഷ്യന് നീതിമാനാകാൻ അവസരം കൊടുത്തു, നീതീകരണം പ്രാപിക്കാൻ മനുഷ്യന് അവസരം കൊടുത്തു, സൗജന്യമായി നീതീകരണം പ്രാപിക്കാൻ മനുഷ്യന് ദൈവം അവസരം കൊടുത്തു. എന്നിട്ട് ഈ അവസരം പ്രയോജനപ്പെടുത്താത്തത് കൊണ്ട് ഞാൻ എൻ്റെ കോപത്തിൽ ഞാൻ അവരെ ചവിട്ടി, എൻ്റെ ക്രോധത്തിൽ ഞാൻ അവരെ മെതിച്ചു കളഞ്ഞു. അവരുടെ രക്തം എൻ്റെ വസ്ത്രത്തിന്മേൽ തെറിച്ചു, അങ്ങനെ എൻ്റെ ഉടുപ്പൊക്കെയും മലിനമായിരിക്കുന്നു. ഞാനൊരു പ്രതികാര ദിവസം കരുതിയിരുന്നു. നോക്കൂ, പ്രതികാര ദിവസം. ഒന്നാമത്തെ വരവിൽ പ്രതികാരമല്ല, ഒന്നാമത്തെ വരവിൽ ക്ഷമയും സ്നേഹവും മാത്രം. അവിടെ വിനയവും സൗമ്യതയും മാത്രം, അവിടെ സഹനം മാത്രം, അവിടെ ക്രൂശിലെ വേദന മാത്രം, ക്രൂശിലെ യാതന മാത്രം. രണ്ടാമത്തെ വരവ് അങ്ങനെയല്ല. രണ്ടാമത്തെ വരവ് ജാതികൾ മെതിക്കുവാനുള്ള വരവാണ്. മനുഷ്യൻ തിന്മയിലേക്ക് പോകുന്ന മനുഷ്യൻ, അവസരം കൊടുത്തിട്ടും മാനസാന്തരപ്പെടാത്ത മനുഷ്യൻ, അവസരം കൊടുത്തിട്ടും ദൈവത്തിലേക്ക് തിരിയാത്ത മനുഷ്യൻ ശിക്ഷ പ്രാപിക്കാൻ പോവുകയാണ്. വലിയ ശിക്ഷ വരാൻ പോകുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ രണ്ടാമത്തെ വരവിനെക്കുറിച്ചുള്ളതായ കാര്യങ്ങൾ വേദപുസ്തകത്തിൽ പല ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് പിന്നാലെ ചിന്തിക്കാം. യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് വളരെ ഗൗരവമേറിയ വിഷയമാണത്. ആ വിഷയം ഇന്ന് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ വളരെ ഗൗരവമേറിയ കാര്യത്തിലേക്ക് ക്ഷണിക്കുകയാണ്. നാം ഒരുപക്ഷേ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്താണോ കർത്താവ് രണ്ടാമത് വരുന്നത് അറിഞ്ഞുകൂടാ. നാം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് കർത്താവ് വരുന്നില്ലെങ്കിൽ, കർത്താവ് വരുമ്പോൾ ഈ ഭൂമിയിൽ നാം കടന്നുപോയിരിക്കുകയാണെങ്കിൽ, നാം വിശുദ്ധരായി നീതീകരണം പ്രാപിച്ച് കടന്നു പോയിട്ടുള്ളവരാണെങ്കിൽ, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ നാം ഉയർത്തെഴുന്നേൽക്കും. എവിടെയാണെങ്കിലും ഉയർത്തെഴുന്നേൽക്കും. സമുദ്രത്തിലാണോ അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കും. അല്ല പൊടിയായി ധൂളിയായി മാറിയോ, എല്ലാം കൂടി ചേർന്ന് ഉയർത്തെഴുന്നേൽക്കും. ദൈവത്തിന് സ്തോത്രം. എല്ലാം തീർന്നു പോയി എന്ന് ധരിക്കുന്നു. പക്ഷേ ഈ ശരീരം ഉയർത്തെഴുന്നേൽക്കും. യേശുക്രിസ്തു രണ്ടാമത് വരുമ്പോൾ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഉയർത്തെഴുന്നേൽക്കുകയില്ല. അപ്പോൾ വിശുദ്ധന്മാർ മാത്രം ഉയർത്തെഴുന്നേൽക്കും. യേശുക്രിസ്തുവിൻ്റെ തിരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ മാത്രം ഉയർത്തെഴുന്നേൽക്കും. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ രക്ഷിക്കപ്പെട്ടവർ മാത്രം ഉയർത്തെഴുന്നേൽക്കും. യേശുക്രിസ്തുവിൻ്റെ തിരക്തത്താൽ നീതീകരണ വസ്ത്രം ധരിച്ചവർ മാത്രം ഉയർത്തെഴുന്നേൽക്കും. നീതിൻ വസ്ത്രം ധരിച്ചവർ മാത്രം ഉയർത്തെഴുന്നേൽക്കും. ലംഘനങ്ങൾ ക്ഷമിച്ച് കിട്ടിയവർ, പാപങ്ങൾ മറച്ചു കിട്ടിയവർ, അവർ മാത്രം ഉയർത്തെഴുന്നേൽക്കും. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചു കിട്ടിയവൻ ഭാഗ്യവാൻ. നമ്മുടെ ജീവിതത്തിൽ ലംഘനങ്ങളുണ്ട്, പാപമുണ്ട്, ലംഘനമുണ്ട്. പാപം ആ നേച്ചറാണ്, സിൻഫുൾ നേച്ചർ. നമുക്ക് പാപത്തിൻ്റെ പ്രകൃതിയുണ്ട്, പാപത്തിൻ്റെ പ്രകൃതിയുണ്ട്. ഈ പാപത്തിൻ്റെ പ്രകൃതിയുള്ള മനുഷ്യൻ, ആ പ്രകൃതി ഉള്ളതുകൊണ്ട് അവന് ചിലപ്പോൾ ലംഘനങ്ങൾ വരും. അവൻ നുണ പറയും, മറ്റുള്ളവരെ ഉപദ്രവിക്കും, അവൻ ചീത്തവാക്കുകൾ പറയും, അവൻ കൊള്ളരാത്ത കാര്യങ്ങളിലേക്ക് അവൻ ഇടപെടും, ചീത്ത കൂട്ടുകെട്ടിൽ പോകും,
വെറുക്കൂത്തിലും കൊള്ളരായ്മയിലും അവൻ ജീവിക്കും, അശുദ്ധിയിലും ജീവിക്കും. കാരണം പാപം ഉള്ളതുകൊണ്ട്, ആ പാപത്തിൻ്റെ പ്രകൃതി ഉള്ളതുകൊണ്ട് പാപം മൂലമുള്ള ലംഘനങ്ങൾ മനുഷ്യനുണ്ടാകും. മനുഷ്യൻ അനുദവിച്ച് മാനസാന്തരപ്പെടുമ്പോൾ, അനുദവിച്ച് രക്ഷിക്കപ്പെടുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം വന്ന് ഈ മനുഷ്യൻ്റെ ആകമാനം മനുഷ്യനെ പൊതിയും, തിരുരക്തത്തിൽ പൊതിയും. പാപം മറച്ചു തന്നു. പാവം പോയില്ല, നമ്മുടെ രക്തത്തിലുള്ള പാവസ്വഭാവം പോയില്ല. മാനസാന്തരപ്പെട്ടു, ജീവിതം കർത്താവിന് സമർപ്പിച്ചു, പക്ഷേ പാവം പോയില്ല. പക്ഷേ ലംഘനങ്ങൾ കർത്താവ് ക്ഷമിച്ചു തന്നു. നുണ പറഞ്ഞത് ക്ഷമിച്ചു തന്നു, വഴക്ക് കൂടിയത് ക്ഷമിച്ചു തന്നു, വൈരാഗ്യപ്പെട്ടത് ക്ഷമിച്ചു തന്നു, ആരെങ്കിലും ഉപദ്രവിച്ചത് ക്ഷമിച്ചു തന്നു, ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ ദോഷം വരുത്തിയത് ക്ഷമിച്ചു തന്നു, അതല്ല കോപിച്ചലറിയത് ക്ഷമിച്ചു തന്നു, ശപിച്ച് സംസാരിച്ചത് ക്ഷമിച്ചു തന്നു, ചെയ്തതായ കളവുകൾ ക്ഷമിച്ചു തന്നു, ചെയ്തതായ വക്രതകളുടെ പ്രവൃത്തികൾ, വളഞ്ഞ പ്രവൃത്തികൾ അത് ക്ഷമിച്ചു തന്നു, എല്ലാം ക്ഷമിച്ചു തന്നു, ലംഘനങ്ങൾ ക്ഷമിച്ചു തന്നു. എന്നാൽ പാപം മറച്ചു തരികയാണ് ചെയ്തത്. നമ്മുടെ പാപം മൂലം വന്ന ലംഘനങ്ങൾ ക്ഷമിച്ചു തന്നു. എന്നാൽ പാപം, സിൻഫുൾ നേച്ചർ, അത് തിരുരക്തം കൊണ്ട് കവർ ചെയ്തു തന്നു. അതാണ് നീതിயின் വസ്ത്രം. എന്നാൽ ഏതെങ്കിലും സമയത്ത് ഒരവസരം വരുമ്പോൾ, ഒരു സന്ദർഭം വരുമ്പോൾ, പറ്റിയ സാഹചര്യം വരുമ്പോൾ അകത്തുള്ള ആ സിൻഫുൾ നേച്ചർ പുറത്തു വരും. പിന്നെ ലംഘനങ്ങൾ ഒന്നു വരാം. അകത്തുള്ള പാപപ്രകൃതി പിന്നെയും പുറത്തു വരും. അത് ഇതുവരെയും മറച്ചു വച്ചിരിക്കുകയായിരുന്നു. പിശാച് കാണാതെ, പൈശാചിക ശക്തി കാണാതെ, ദുരാത്മാക്കൾ കാണാതെ കർത്താവിൻ്റെ രക്തത്താൽ മറച്ചു തന്നിരിക്കുകയായിരുന്നു. രക്തത്താൽ മൂടിത്തന്നു. എന്നാൽ അതവിടെയുണ്ട്. രക്തത്തിൽ ഇപ്പോൾ ഞാൻ കോപിക്കുന്നില്ലെങ്കിലും കോപത്തിൻ്റെ വാസനയുണ്ട്. അശുദ്ധ പ്രവൃത്തിക്ക് പോകുന്നില്ലെങ്കിലും അശുദ്ധിയുടെ സ്വഭാവമുണ്ട്. ജഡീക ഉല്ലാസങ്ങൾക്ക് വേണ്ടി പോകുന്നില്ലെങ്കിലും ജഡീക ഉല്ലാസങ്ങൾക്ക് വേണ്ടിയുള്ള ആസക്തിയുണ്ട്. മദ്യപാനത്തിന് പോകുന്നില്ലെങ്കിലും മദ്യത്തിലേക്കുള്ള ഒരാകർഷണമുണ്ട്. തിന്മ പ്രവൃത്തികൾക്ക് പോകുന്നില്ലെങ്കിലും തിന്മയിലേക്കുള്ള ഒരു വശീകരണമുണ്ട്. അത് സിൻഫുൾ നേച്ചറാണ്, പാപത്തിൻ്റെ പ്രകൃതിയാണ്. അപ്പോസ്തലനായ പൗലോസ് അതിന് ജഡമെന്നാണ് പറയുന്നത്. ജഡം എന്ന് പറയുന്നത് ഒരു ശരീരത്തിൻ്റെ കാര്യമല്ല പറയുന്നത്. ജഡം, ദ ഓൾഡ് ഹ്യൂമൻ നേച്ചർ, പഴയ മനുഷ്യൻ്റെ സ്വഭാവം, അത് കർത്താവ് മറച്ചു തന്നു. എന്നാൽ പാപത്തിൻ്റെ സ്വഭാവം ഉള്ളത് കൊണ്ട് വന്നതായ, ആ വേരുള്ളത് കൊണ്ട് വന്നതായ മുളകൾ എല്ലാം കർത്താവ് അടർത്തി തന്നു. പക്ഷേ ഇനിയും മുളകൾ ഒന്നു വരാം, ഇനിയും മുളകൾ ഉണ്ടായി എന്ന് വരാം, ഇനിയും പാപം വന്നു എന്ന് വരാം. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ടുവെങ്കിലും പിന്നെയും മനുഷ്യൻ പാപം ചെയ്തു പോകുന്നത്. മാനസാന്തരപ്പെട്ടുവെങ്കിലും പിന്നെയും കോപിക്കുന്നു, പിന്നെയും ഗർജിക്കുന്നു. മാനസാന്തരപ്പെട്ടു, പക്ഷേ പിന്നെയും തെറ്റുകൾ ജീവിതത്തിൽ വരുന്നു. ഇല്ലേ? അങ്ങനെയല്ലേ? നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. മാനസാന്തരപ്പെട്ടവരാണ്, ജീവിതം കർത്താവിന് സമർപ്പിച്ചവരാണ്. പക്ഷേ ഒരു സന്ദർഭം വരുമ്പോൾ കോപിച്ച് അലറുന്നു. ഒരു സന്ദർഭം വരുമ്പോൾ വൈരാഗ്യം ഹൃദയത്തിൽ പുകയുന്നു. ഒരു സന്ദർഭം വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനമോഹവും ദ്രവ്യാഗ്രഹവും എല്ലാം പുകഞ്ഞു പൊന്തുന്നു. ഇല്ലേ? ശരിയല്ലേ? ഒരു സന്ദർഭം വരുമ്പോഴാണ് ഈ പാവങ്ങൾ മുളച്ചു വരുന്നത്. അത് അടർത്തിക്കളയുന്നു, പിന്നെയും അടർത്തിക്കളയുന്നു. അതെല്ലാം പിന്നെയും കർത്താവ് ക്ഷമിച്ചു തരുന്നു. പക്ഷേ സിൻഫുൾ നേച്ചർ അവിടെയുണ്ട്, പാപത്തിൻ്റെ പ്രകൃതി അവിടെയുണ്ട്, പാപത്തിൻ്റെ സ്വഭാവം അവിടെയുണ്ട്. പാപത്തിൻ്റെ സ്വഭാവം, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. ഇങ്ങനെ മനുഷ്യൻ നിരന്തരം അവൻ്റെ സ്വഭാവത്തിലുള്ള മാലിന്യങ്ങളോട് യുദ്ധം ചെയ്യേണ്ടിയിരിക്കുന്നു. സ്വഭാവത്തിലുള്ള മാലിന്യങ്ങളോട് യുദ്ധം ചെയ്യുക എന്ന് പറയുന്നത് ആ മാലിന്യങ്ങളുടെ പിന്നിൽ നിൽക്കുന്ന പിശാചിനോടുള്ള യുദ്ധമാണ്. ഓരോ മാലിന്യത്തിൻ്റെയും പിന്നിൽ പൈശാചികനുണ്ട്. ഓരോ തിന്മയുടെയും പിന്നിൽ സാത്താനുണ്ട്. മനുഷ്യ സ്വഭാവത്തിലുള്ളതായ പാപങ്ങളുടെ പിന്നിൽ പിശാചുണ്ട്. സാത്താനാണ് ഇതിൽ അവകാശം പറഞ്ഞു നിൽക്കുന്നത്. ഇങ്ങനെ പൈശാചികന് അവകാശം പറയുന്ന പാപം അത് നാം ഓർത്ത് അനുഭവിക്കുമ്പോൾ അതിന് ലംഘനം കർത്താവ് ക്ഷമിച്ചു തരും. പാപം പിന്നെയും അവിടെയുണ്ട്, നേച്ചർ പിന്നെയും അവിടെയുണ്ട്, സ്വഭാവം പിന്നെയും അവിടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലാകുമെന്ന് എനിക്ക് തോന്നുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ പാപത്തിൻ്റെ പ്രകൃതി പോയിട്ടില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഇന്നും തിന്മയുടെ ആസക്തികൾ ചിലത് വരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഇന്നും ചിലപ്പോൾ സന്ദർഭം വരുമ്പോൾ ചിലപ്പോൾ പാപം പത്തി വിടർത്തുന്നുണ്ടെന്ന് മനസ്സിലാകും. അല്ലെങ്കിൽ പത്തി താഴ്ത്തിയിരിക്കുകയാണ്. പത്തി താഴ്ത്തി ആ നീതിവസ്ത്രത്തിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുകയാണ്. പത്തി താഴ്ത്തിയിരിക്കുന്നു പാമ്പ്. എന്നാൽ ഒരു സന്ദർഭം വരുമ്പോൾ പയ്യം തൊടുമ്പോൾ, അല്ല ആ ചാക്ക് പയ്യം നനക്കുമ്പോൾ ചാക്കിൽ നിന്ന് ഇതാ പാമ്പ് പുറത്തു വന്നു, അത് തലപൊക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, അതുകൊണ്ട് നാം ചിന്തിക്കേണ്ടത് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ പാപപ്രകൃതി നമ്മിൽ നിന്ന് മരിച്ചു പോകാനായി നിരന്തരം പ്രാർത്ഥിക്കണം. അതാണ് പിശാചിനോട് പടവെട്ടുക എന്ന് പറയുന്നത്, സാത്താനോട് യുദ്ധം ചെയ്യുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് ലേഖനം എഴുതിയപ്പോൾ 6-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ പറഞ്ഞത്, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ.
പിശാചിൻ്റെ പ്രവൃത്തികളോടെ എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചു കൊള്ളുവീനും. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോക അധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രയും. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവീൻ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടൻ്റെ തീയമ്പുകളൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് നിൽപ്പീൻ. രക്ഷ എന്ന ശരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവീൻ. സർവായുധവർഗം ധരിച്ച് നിൽക്കണം. ഇതിന് പിശാചിനോട് യുദ്ധം ചെയ്യാൻ. നിരന്തരം യുദ്ധമാണ്, നിരന്തരം പടവെട്ടുന്നതാണ് പിതാക്കന്മാർ പാടിയിട്ടുള്ളത്. നിരന്തരം പടവെട്ടുന്നു. നമുക്കൊന്ന് പാടി നോക്കാം. ജീവകരം മൃതികരമെന്നേവം കണ്ടിരു സരണികൾ സഹദേന്മാർ നൂതനമാം ജീവിതമാർജിപ്പാൻ ദുർഘടമാർഗം കാംക്ഷിച്ചാൻ ദുഷ്ടാത്മാവോട് പടവെട്ടി ജയമോടേറി പറയുന്നു. ആവശ്യക്കാർക്കാശ്രയവും ഭക്തന്മാർക്കനുഗാമിയുമാം കർത്താവിൻ നാമം ധന്യം. ദൈവത്തിന് സ്തോത്രം. ദുഷ്ടാത്മാവോട് പടവെട്ടണം. ഈ പാവപ്രകൃതി നമ്മിൽ നിന്ന് തീർന്ന് കിട്ടുന്നതിന് വേണ്ടി യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ തീ നമ്മുടെ സിരകളിലൂടെ ഒഴുകി നമ്മുടെ നിന്നുള്ളതായ പാപത്തിൻ്റെ പ്രകൃതി കത്തിച്ച് കളയുന്നതിന് വേണ്ടി നിരന്തരം യുദ്ധം ചെയ്യണം. പാപത്തിൻ്റെ പ്രകൃതി നമ്മിലുണ്ട്, പാപത്തിൻ്റെ സ്വഭാവം നമ്മിലുണ്ട്. പാപം ചെയ്യാത്തപ്പോഴും പ്രകൃതിയോടെയുണ്ട്. ആ സ്വഭാവം അത് കത്തി പോകണം. അത് കത്തിക്കാനുള്ള ആ തീ പരിശുദ്ധാത്മാവിൻ്റെ തീയാണ്. പരിശുദ്ധാത്മാവിൻ്റെ തീ നമ്മുടെ സിരകളിലൂടെ ഒഴുകി ആ തീ ജ്വാലയാൽ, ആ തീയുടെ അഭിഷേകത്താൽ, ആ തീയുടെ കരുത്തിനാൽ, ശക്തിയാൽ, ആ തീയുടെ അത്ഭുതകരമായ കൃപയാൽ നമ്മുടെ പാവപ്രകൃതിയെ കത്തി പോകണം. ദൈവത്തിന് സ്തോത്രം. അത് മരണത്തോളമുള്ളൊരു പ്രക്രിയയാണ് ഈ യുദ്ധം, പിശാചിനുള്ള യുദ്ധം. മരണത്തോളം. അവസാന സമയത്തും പിശാച് അവൻ നമ്മെ തോൽപ്പിക്കാൻ വരും. മരണനേരത്ത് നമ്മെ തോൽപ്പിക്കാനും നമ്മെ പിടിച്ചുകൊണ്ട് പോകാനും അവൻ വരും. ആത്മാവിനെ കവർന്നുകൊണ്ട് പോകാനും അവൻ വരും. എന്നാൽ പിശാചിനോട് എതിർത്ത് നിൽക്കുവാനുള്ളതായ സർവായുധവർഗം ധരിച്ചുകൊണ്ട് നിന്നാൽ ഭയപ്പെടേണ്ടതില്ല. നമ്മുടെ കർത്താവ് നമുക്ക് സംരക്ഷണം തരും. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ജീവനുള്ള ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി നോക്കി പാർക്കുമ്പോൾ നമ്മുടെ പാവപ്രകൃതി മാറണമെന്നുള്ളതായ ദാഹത്തോടുകൂടി നാം ഇരിക്കണം. എൻ്റെ പാവ സ്വഭാവം മാറണമല്ലോ കർത്താവേ, എൻ്റെ പാവപ്രകൃതി മാറണമല്ലോ. എന്നിൽ നിന്നും സ്ഥാനമോഹമുണ്ടല്ലോ, എന്നിൽ നിന്നും ദ്രവ്യാഗ്രഹമുണ്ടല്ലോ, എന്നിൽ നിന്നും അഹങ്കാരമുണ്ടല്ലോ, എന്നിൽ നിന്നും സ്വാർത്ഥതയുണ്ടല്ലോ. കർത്താവേ, എന്നിൽ നിന്നും കോപാക്രാന്തമായ പെരുമാറ്റമുണ്ടല്ലോ. എൻ്റെ ഉള്ളത്തിൽ ചിലപ്പോൾ കോപം, നീരസം പുകയുന്നല്ലോ, കയ്പും നീരസവും പുകയുന്നല്ലോ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവേ, അനേകം അവസരങ്ങളിൽ ഞാൻ ഇറിറ്റേറ്റഡായി പോകുന്നല്ലോ, ഇറിറ്റേറ്റഡാകുന്നു, ഞാൻ ഇളകിപ്പോകുന്നു, ഞാൻ ക്ഷോഭിച്ചു പോകുന്നു, എനിക്ക് ഇറിറ്റേഷൻ വരുന്നു, എനിക്ക് അസഹ്യത വരുന്നു, അസഹിഷ്ണുത വരുന്നു, എനിക്കെല്ലാം രസിക്കുന്നില്ല, മറ്റുള്ളവരുടെ പെരുമാറ്റത്തിൽ എനിക്ക് പൂർണ്ണമായിട്ടും ചേരാൻ പറ്റുന്നില്ല. എൻ്റെ കർത്താവേ, പലതും എൻ്റെ ഉള്ളത്തിൽ വരുന്ന പക്ഷേ ഞാൻ പുറമെ വേണ്ടുന്നില്ലെങ്കിലും എൻ്റെ അകത്ത് ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം വായിച്ചു തരണമേ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ, നിങ്ങൾ ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വാസ്തവമായി ദാഹിക്കണം. കർത്താവേ, അവിടുത്തെ ആ പുണ്യരക്തം, അവിടുത്തെ ആ തിരുരക്തം ഒരു തുള്ളി എൻ്റെ നെറ്റിമേൽ ഇപ്പോൾ പതിയണം, എൻ്റെ ശിരസിൽ ഇപ്പോൾ പതിയണം. അതിന് നിൻ്റെ തൃക്കരവിൻ്റെ തലമേൽ വയ്ക്കണം. യേശുവേ, എനിക്ക് സ്വന്തമായി പാപത്തിൽ ജയിക്കാൻ സാധിക്കില്ല, സ്വന്തമായി അതിന് കഴിവെനിക്കില്ല. ആത്മാവിനാൽ മാത്രമേ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ മാത്രമേ എൻ്റെ ശരീരത്തിലുള്ളതായ ജഡിക ഇച്ഛകളെ മരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളത്തിൽ വസിച്ചാൽ മാത്രമേ ഈ ജഡിക ഇച്ഛകൾ മാറുകയുള്ളൂ. കർത്താവേ, എനിക്ക് ദൈവരാജ്യത്തിൽ പോകണമല്ലോ, അത് രണ്ടാമത്തെ വരയിൽ നിന്ന് എതിരേൽക്കണമല്ലോ, രണ്ടാമത്തെ വരയിൽ നിന്ന് എതിരേൽക്കുന്ന വിശുദ്ധന്മാരുടെ നിലയിൽ നിൽക്കണമല്ലോ. കർത്താവേ, അതിന് യേശുവേ, നീ വീണ്ടും വരുമ്പോൾ നിൻ്റെ സന്നിധിയിലേക്ക് ഞാൻ കടന്നു വരുവാൻ തക്കവണ്ണം കർത്താവേ, നിൻ്റെ വിശുദ്ധ രക്തത്താൽ എന്നെ പൊതിയണമേ. നിൻ്റെ വിശുദ്ധ രക്തത്താൽ കർത്താവേ, എനിക്ക് നീതീകരണം തരണമേ, എന്നെ നീതീകരിക്കണമേ. നീതിമാൻ എന്നുള്ള പേര് എനിക്ക് തരുവാൻ എനിക്ക് അർഹതയുണ്ടായിട്ടല്ല കർത്താവെ, ഞാൻ നിന്നെ ആശ്രയിക്കുന്നുണ്ട്. നിൻ്റെ നീതിയുടെ രക്തം എനിക്ക് വേണ്ടി വാദിക്കുന്നത് കൊണ്ട് കർത്താവെ, ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം എനിക്ക് വേണ്ടി വാദിക്കുന്നത് കൊണ്ട് കർത്താവെ, ഞാൻ നിന്നോട് യാചിക്കുകയാണ്, നിൻ്റെ തിരുരക്തത്താൽ എന്നെ പൊതിയണമേ.
നിന്റെ തിരക്തത്താൽ എന്നെ വിശുദ്ധീകരിക്കണമേ. നിന്റെ തിരക്തത്താൽ എന്നെ കഴുകണമേ കർത്താവേ. നിന്റെ തിരക്തത്താൽ എന്നെ ആവരണം ചെയ്യണമേ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സഹോദരീ സഹോദരങ്ങളെ, ഇപ്പോൾ നിങ്ങൾക്ക് സമർപ്പിക്കാം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ കൊടുക്കാം. യേശുവിനോട് നിങ്ങൾക്ക് വാക്ക് പറയാം. കർത്താവേ, എൻ്റെ പാപപ്രകൃതി മരിപ്പിച്ചു തരണമേ. നാഥ, നീ വീണ്ടും വരുമ്പോൾ പറന്നുയരുന്ന വിശുദ്ധന്മാരുടെ നിരയിൽ നിൽപ്പാൻ എനിക്കും ഭാഗ്യം തരണമേ. കർത്താവേ, എന്നെയും ചേർക്കണമേ. നാഥ, നീ രണ്ടാമത് വരുമ്പോൾ എന്നെക്കൂടെ നീ ചേർത്ത് കൊള്ളണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ മഹത്വമേറിയ വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തിരുവചനങ്ങളുടെ കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വചനത്തിൻ്റെ മർമ്മങ്ങൾ ഞങ്ങൾ വെളിപ്പെടുത്തി തരുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നാഥ, ഈ വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാവരുടെയും മേൽ തൃക്കരം വയ്ക്കണമേ. തിരുരക്തം പുരട്ടണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുനാഥൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ.